بسم الله الحمد لله الصلاة والسلام على رسول الله وبعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. الحمد لله. അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ അള്ളാഹിനെ കുറിച്ച് പറയുന്ന, അള്ളാഹിനെ ഓർമ്മിക്കുന്ന ഒരു മജ്ലിസില് ഒരു ഞായറാഴ്ച കൂടെ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് പോലെ തന്നെ അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹ് അവന് പ്രിയപ്പെട്ട ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് തരുന്ന ഒരു അവസരമാണ് ഇങ്ങനെ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടാന്നുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ഏറ്റവും ഇഖ്ലാസോടു കൂടി, അത്രയും ആഗ്രഹത്തോടു കൂടി, റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായി ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടലിന് നമ്മൾ ആ ഒരു നിയത്തില് നമ്മൾ ഓരോരുത്തരും ഈ ഒരു സദസ്സിൽ ഇരിക്കുക. കിട്ടുന്ന ഓരോ കാര്യങ്ങളും, ഇവിടുന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടുള്ളൊരു വസിയത്തായിട്ട് കാണുക. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ കേൾക്കുന്ന ഇൽമ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ് എന്ന ചിന്തയിൽ നമ്മൾ അമലിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ആ രീതിയിൽ നമ്മൾ ഓരോന്ന് കേൾക്കുക. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും മുസ്ലിമായി ജനിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും ഇന്ന് അള്ളാഹിന്റെ വലിയ തൗഫീഖ് കൊണ്ട് മുസ്ലിങ്ങളായി ജീവിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരിക്കും ഇന്നത്തെ ഈ ഒരു കാലത്ത്, അഥവാ ഇന്നത്തെ സമൂഹത്തിന്റെ ഈ ഒരു പോക്കിനിടയിൽ അള്ളാഹിനെ ഓർമ്മിക്കാൻ, അള്ളാഹിനെ കുറിച്ച് പറയാൻ ഒരു കൂട്ടം ഉണ്ടാവാന്ന് പറയാന്നുള്ളത് തന്നെ സുബ്ഹാനല്ലാഹ് വലിയൊരു നിഅമത്താണ്. അതില് അള്ളാഹു തആല നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും വലിയ നിഅമത്താണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഇന്ന് ആ രീതിയിലാണ് ഓരോ മക്കളും കടന്നു പോകുന്നത്. ഓരോരുത്തരുടെയും അവസ്ഥകൾ കാണുമ്പോൾ, ഓരോരുത്തരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ ശരിക്കും സുബ്ഹാനല്ലാഹ്, അള്ളാഹ് എന്തോ ഒരു വലയം നമ്മുടെ മക്കളിൽ, നമ്മളിൽ ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞത് കൊണ്ട് മാത്രമാണ് നമുക്കല്ലാതെ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന്റെയും പേരിലല്ല അള്ളാഹു തആല നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് എന്നും നിലനിർത്താൻ നമ്മൾ അതിനുവേണ്ടി എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? എന്താണ്? ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? അധികരിപ്പിച്ചു തരും. അപ്പൊ നമുക്ക് കിട്ടിയ ഈ ഒരു അവസരത്തിന് നമ്മൾ എന്ത് ചെയ്യുക? റബ്ബിന് ശുക്റുള്ളവരാവാൻ പരിശ്രമിക്കുക. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മള് ഖുർആനിലൂടെ അല്ലാഹു തആല ഒരുപാട് ഉപ്പയുടെയും മക്കളുടെയും അല്ലെങ്കിൽ ഉപ്പ മകനോട് പറയുന്നത്, മകൻ ഉപ്പനോട് പറയുന്നതായിട്ടുള്ള കുറെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്ന് ഒരു ഉപ്പ ഒരു മകന് നൽകുന്ന, പറയുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിൽ വരുന്ന ഒരു പേരുണ്ട് അല്ലെ, ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹം തന്റെ മകനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്ത് പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അതിനു മുന്നേ ഇവിടെയുള്ള ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ഒന്നെങ്കിൽ ഒരു ഉപ്പയുടെ ഉമ്മയുടെ മക്കളായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ എന്താണ്, അതെന്തായാലും തന്നെയാണ്, അതല്ലെങ്കിൽ നമ്മളൊരു പാരന്റ് കൂടെ ആയവരായിരിക്കും. കൂടുതൽ ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളോട് എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ എങ്ങനെ ആവണം എന്ന് ചിന്തിക്കുക. അഥവാ നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെയാവണം എന്ന് ചിന്തിക്കുക. ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സുബ്ഹാനല്ലാഹ്, ഇവിടെ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചൊരു വിളിയുണ്ട്. അഥവാ അദ്ദേഹം ഉപദേശം നൽകാൻ വേണ്ടി വിളിച്ചത് എന്താണ്? യാ ബുനയ്യ എന്നാണ് വിളിക്കുന്നത്. അഥവാ യാ ബുനയ്യ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മലയാളികൾക്ക് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ എന്താ വലിയൊരു ഫീലിങ്സ് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. കാരണം നമുക്ക് ആ ഒരു അറബി ഭാഷയുടെ അത്രത്തോളം ആഴത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ അറബികള് അത്രയും സ്നേഹത്തോടെ, അത്രയും വാത്സല്യത്തോടെ ആ കുട്ടികളെ വിളിക്കുന്ന ഒരു ഇതാണ് എന്ത്? യാ ബുനയ്യ എന്നുള്ളത്. എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ മകന് ഉപദേശം നൽകുന്നത്. ഇനി നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കാം. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഉപദേശിക്കുന്നത്? അവരുടെ ഒരു തെറ്റ് വന്നാല് നമ്മൾ എങ്ങനെയാണ് തിരുത്തുന്നത്? നമ്മൾ അവരെ എന്താ പറയാ, അവരെ നമ്മൾ എന്താ പറയാ, ഏറ്റവും നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട പേര് വിളിച്ചിട്ടാണോ? അല്ല, നീ എന്ത് വിഡ്ഢിത്തരാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മേല് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടാണോ നമ്മൾ പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കുക.
എന്നിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് എന്ത് ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷാ എന്ന് പറയുന്നുണ്ട്. ആരെ കുറിച്ചാണ് പറയുന്നത്? ഫിർഔന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബിയും അയക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞതാണ് എന്ത്, നിങ്ങൾ ഫിർഔനോട് സംസാരിക്കുമ്പോൾ ഖൗലൻ ലയ്യിനനായിട്ട് സംസാരിക്കണം, അഥവാ ഏറ്റവും സോഫ്റ്റ് ആയിട്ട്. ആരാണ് ഫിർഔൻ? ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് നടക്കണ അത്രയും ധിക്കാരം കാണിച്ചൊരു ഇതാണ്. പക്ഷെ ആ ഫിർഔനോട് പോലും സംസാരിക്കുമ്പോൾ എന്താ പറഞ്ഞത്, നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് മൃദുവായിട്ട് അത്രയും കൈൻഡോട് കൂടിയിട്ട് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ മക്കൾ എന്തായാലും ഫിറൗന്റെ അത്ര മോശം ചെയ്തിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പാണല്ലേ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളും എപ്പോഴും നമ്മൾ അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ. അത് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. അതുപോലെ ഇൻഷാ അല്ലാഹ് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അല്ലാഹു തആല ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ലുഖ്മാൻ അലൈഹിസ്സലാം. അദ്ദേഹം നബിയാണോ അല്ല എന്താണ് പണ്ഡിതനാണോ അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. കാരണം നമുക്ക് വേണ്ടത് ഇതിന്റെ കുറെ അഭിപ്രായ വ്യത്യാസമുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല. നമ്മൾ ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ, അദ്ദേഹം നബി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്താണ് വിജ്ഞാനമുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ആരാണെങ്കിലും തന്നെയും നമ്മൾ ഇതിൽ നിന്ന് എന്താണ് എടുക്കുന്നത്? നമ്മുടെ ജീവിതത്തിലേക്കുള്ള പാഠങ്ങളാണ്. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് അല്ലാഹു പറയാത്ത ഒരു കാര്യത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്താക്കേണ്ടതില്ല, ചിന്തിക്കേണ്ടതില്ല. കാരണം അതിൽ നമുക്ക് എടുക്കേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കിടക്കാം. ആദ്യം തന്നെ സൂറ ലുഖ്മാനിലെ ആയ നമ്പർ 12 പറയാനുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. അല്ലാഹു തആല പറയണത് ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല ഹിക്മത്ത് നൽകി. എന്നിട്ട് പറയണത് അതുകൊണ്ട് നീ എന്താ അള്ളാഹുവിന് നന്ദി കാണിക്കുക. ആര് നന്ദി കാണിച്ചാലും അതെന്താണ്, അത് സ്വന്തത്തിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതാണ്. ഇനി ആരെങ്കിലും നന്ദിയോട് കാണിക്കുകയാണെങ്കിൽ എന്താണ്, അല്ലാഹു തആല അവിടെ എന്താണ് ഗനിയ്യുൻ ഹമീദാണെന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അത് അല്ലാഹു തആലയുടെ ഒരു രീതിയാണ്. ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ഓരോ പ്രയോഗങ്ങൾ എടുക്കുമ്പോഴും, അഥവാ അള്ളാഹ് ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇന്നല്ലാഹ ശദീദും അങ്ങനെ, അഥവാ അള്ളാഹ് അല്ലെങ്കിൽ ഗഫൂറാണ്, ആ രീതിയിലാണ് അള്ളാഹിനെ പറയുക. അഥവാ അപ്പൊ അതിനെ അത്രയും നമ്മള് നന്ദികേട് കാണിച്ചെന്ന് വെച്ചിട്ട് അള്ളാഹിന്റെ അടുത്ത് ഒന്നും കുറയാനില്ല. അള്ളാഹ് ഗനിയാണ്. നമ്മളെ നന്ദി കൊണ്ട് അള്ളാഹ്ക്കൊന്നും ആവശ്യമില്ല. നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് നമുക്ക് വേണ്ടിയിട്ടുള്ള തന്നെയാണ്. അപ്പൊ ഇവിടെ പ്രത്യേക അല്ലാഹു തആല എടുത്തു പറഞ്ഞൊരു വീടാണ് എന്ത്, ഹിക്മത്ത് എന്നുള്ളത്. അല്ലാഹു തആല ലുഖ്മാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്തൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ത്, ഹിക്മത്ത് എന്നുള്ളത്. അഥവാ ഇൽമ് നമ്മളിൽ പലർക്കും ഉണ്ടാവും. അഥവാ ഒരു കാര്യം എന്താണ്, ഒരു കാര്യത്തിൽ എന്ത് കാര്യം ആണ് അവിടെ ചെയ്യേണ്ടത്, എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് അറിയണ്ടാവും. അഥവാ ആ ഒരു വിഷയത്തിലുള്ള ഇൽമ് നമ്മുടെ അടുത്തുണ്ടാവും. പക്ഷെ അത് ഹിക്മത്തോടു കൂടി പറയുന്നിടത്താണ് അതിന്റെ വിജയം. അഥവാ എല്ലാ മക്കളോടും നമ്മൾ ഒരേപോലെ ഉപദേശിച്ചാല് അത് ശരിയാവും? ഒരിക്കലും ഇല്ല. നമ്മുടെ മക്കളിൽ തന്നെ ഒരേ ഏജ് ഉള്ളവരിൽ തന്നെ നമ്മൾ അവരോട് പറയേണ്ടത് ഒരേപോലെ ആയിരിക്കരുത്. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെയാണ് ഹിക്മത്ത് ഉപയോഗിക്കേണ്ടത്. അഥവാ ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി അതിൻ്റെതായ ഹിക്മത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അപ്പൊ അല്ലാഹു തആല അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് എന്താ ഈ ഹിക്മത്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഹിക്മത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക. കാരണം നമുക്ക് ഇൽമ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കൊരു കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പകരം എന്ത് വേണം, അത് എത്തിക്കാനുള്ള ഒരു ഹിക്മത്ത് കൂടെ നമുക്ക് വേണം. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട് എന്ത്, യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുത്തിൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അഥവാ അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്, ഹിക്മത്ത് കൊടുക്കുന്നത്. അഥവാ ഹിക്മത്ത് കിട്ടിയ ആളെ സംബന്ധിച്ച് എന്താ, അവർക്ക് കിട്ടിയത് വലിയൊരു നേട്ടാണ്. അപ്പൊ നമ്മള് റബ്ബിനോട് ചോദിക്കുക, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിരിക്കണേ.
അപ്പൊ അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പൊ ഇതിൽ ലുഖ്മാൻ അലൈഹിസ്സലാം ആദ്യമായി തന്റെ മകനോട് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്നും പറയുമ്പോഴും യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചിട്ടാണ് ആ ഉപ്പ മകനോട് പറയുന്നത്. ആ രീതിയിലാണ് ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളും നമ്മുടെ മക്കളെ ഉപദേശിക്കുമ്പോൾ അത് ഇനി നമുക്കിപ്പോ ഇന്ന് നമ്മുടെ കുട്ടികളോട് എല്ലാവരോടും പോയിട്ട് ഈ ഒരു ആയത്ത് ഓതി കൊടുത്താല് ചിലപ്പോ നമ്മുടെ മക്കള് അത് മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മുടെ മക്കളില് എങ്ങനെയാണോ അത് പ്രാക്ടിക്കലി കൊണ്ടുവരേണ്ടത് ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ഹിക്മത്ത് പാലിക്കേണ്ടത്. ഇതില് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അഥവാ ആരെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഉപദേശം എന്നുള്ളതും അതാണ്. നമ്മൾ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫസ്റ്റ് നമ്മളെ മക്കളെ പഠിപ്പിക്കൂല. നമ്മൾ ഫസ്റ്റ് തന്നെ അവരെ നിസ്കാരം പഠിപ്പിക്കും, ഫാത്തിഹ പഠിപ്പിക്കും, സൂറത്ത് പഠിപ്പിക്കും. പക്ഷെ അള്ളാഹ് മാത്രമാണ് നമുക്ക് എന്നുള്ളത് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കൂല. കാരണം അവിടെ എന്താണ് പറയുന്നത്? ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ അക്രമമാണത്, അള്ളാഹില് മറ്റൊരാളെ പങ്കു ചേർക്കുന്നുണ്ട്. അപ്പം നമ്മള് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും. അത് നമ്മൾ ചെറിയ മക്കളാണെങ്കിൽ പോലും ആ രീതിയിൽ അവരുടെ ഭാഷയിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ മക്കളെ നമ്മൾ റബ്ബുമായിട്ട് കണക്ട് ചെയ്യാം. അതങ്ങനെ അവർ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളിങ്ങനെ നിരന്തരം പറയുന്നതിന് പകരം നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടികളെ സംബന്ധിച്ച് അവരോട് ഒരു കാര്യം ഒരുപാട് തവണ നമ്മൾ പറയുന്നതിനേക്കാളും അവരെന്താണ് എടുക്കുക? കാണുന്നതാണ് എടുക്കുക. കുട്ടികളെ സംബന്ധിച്ച് അവർ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക എന്താണ്? കാഴ്ചയാണ്. ആദ്യം എന്തൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോഴും ആദ്യം നമ്മൾ എന്താണ് നമ്മുടെ നഫ്സിനോട് ചോദിക്കണം, ഞാൻ ഇതിൽ എത്രത്തോളം പെർഫെക്റ്റ് ആണ്? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്റെ റബ്ബിന് വേണ്ടി മാത്രമാണോ? എന്റെ റബ്ബിലേക്ക് മാത്രമാണോ ഞാൻ തിരിയുന്നത്? എന്തൊരു കാര്യം നമ്മുടെ വീട്ടില് നമ്മുടെ അടുക്കളയിൽ ഒരു കാര്യം തീർന്നു പോയാല് നമ്മൾ ആദ്യം തിരിയേണ്ടത് അള്ളാഹിലേക്കാണ്. നമ്മൾ ദുനിയാവിലുള്ള സബബുകൾ തേടണ്ട എന്നല്ല, പക്ഷെ ആദ്യം നമ്മുടെ ടേണിംഗ് പോയിന്റ് അള്ളാഹിലേക്ക്. ഇനി മക്കൾ വന്നിട്ട് എന്തെങ്കിലും പരാതി പറയുമ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ചിലപ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ട് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യമായിരിക്കും. പക്ഷെ അവിടെ പോലും നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് അള്ളാഹിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അവരോട് പറയാ, ആദ്യം റബ്ബിനോട് നിങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അള്ളാഹു തആല എന്ത് ചെയ്യും? നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തരും. അങ്ങനെ ചെറിയ മക്കൾക്ക് ആ ചെറിയതായ രീതിയിൽ കുട്ടികൾ കുറച്ചൊന്ന് വളരുമ്പോൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, നമുക്ക് നമ്മുടെ റബ്ബ് മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് എന്താകുന്നത്, അള്ളാഹ് അല്ലാത്തവരിലേക്ക് കുട്ടികൾ തിരിയണത്. ഏറ്റവും കൂടുതൽ അള്ളാഹ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു ദൈവമേ ഇല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇന്നത്തെ കുട്ടികൾ പോകുന്നത്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കൾ എത്താതിരിക്കണമെങ്കിൽ അവർക്ക് ആദ്യം ആരാണ് അള്ളാഹ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ അള്ളാഹ് ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യൂല, അള്ളാഹ് അല്ലാത്ത ആളുകളിലേക്ക് അവർക്ക് തിരിയേണ്ട ആവശ്യമില്ല. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് ആദ്യമായിട്ട് നൽകിയ ഒരു കാര്യമാണ് എന്ത്? അള്ളാഹില് നിങ്ങൾ എന്തായത് ലാ തുശ്രിക് ബില്ലാഹ്. അപ്പൊ ഇന്ന ശിർക ലദുൽമുൻ അദീം, അള്ളാഹില് പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഈ ഒരു ഇവിടെ ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നുള്ള പ്രയോഗത്തെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരിക്കല് സഹാബാക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരു ഹദീസ് പറയണ്ടായി, അഥവാ ഒരായത്തിനെ കുറിച്ച്, അഥവാ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അക്രമങ്ങൾ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ എന്നുള്ള ആ ഒരു ആയത്ത്, ആ ആയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിസുൽമിൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ഒരു സംശയമായി. എന്നിട്ട് സഹാബാക്കൾ ചോദിച്ചേ, അഥവാ അള്ളാന്റെ റസൂലെ, ഞങ്ങളെ കൂട്ടത്തിൽ ഇപ്പം അക്രമം ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത് എന്ന് ചോദിക്കണ്ടായി. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മറുപടി കൊടുക്കുന്ന എന്താണ്, ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അക്രമല്ല, അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ഷിർക്കിനെ കുറിച്ചാണ്. അഥവാ ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്റെ കുഞ്ഞുമകനെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, തീർച്ചയായും ഷിർക്ക് എന്താണ്, വമ്പിച്ച അക്രമമാകുന്നു.
അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്നുള്ളത്. അഥവാ നമ്മുടെ പ്രവർത്തനത്തില് നമ്മൾ ശിർക്ക് കലരാന്നുള്ളത്. ഈവൻ നമ്മൾ ഈ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ പോലും അത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ശിർക്ക് എന്ന് പറയുമ്പോൾ അത് എന്താവണില്ല, നമ്മൾ വേറൊരാളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കല് മാത്രമല്ല, അല്ലാത്ത നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ റബ്ബിനെ മാത്രം വിളിക്കുന്നവരാണ്, അല്ലെ? അത് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ റബ്ബിനോട് മാത്രമാണ് പറയുന്നത്, അതിന് നമുക്ക് ആർക്കും സംശയമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തായാലും ശിർക്കൊന്നും ചെയ്യണില്ല, എന്റെ മക്കളും അതിലേക്ക് പോവില്ല. പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് എന്താ? റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബി ജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം എന്നാണ് പ്രാർത്ഥിച്ചത്. വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും എന്റെ മക്കളെ നീ കാത്തുരക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. കാരണം ചെറിയൊരു ചിന്ത മാറിയാൽ മതി, ചെറിയൊരു തരത്തില് ആൾക്കാർ കാണാമെന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നാൽ മതി, അതുപോലും റബ്ബിന്റെ റബ്ബിൽ പങ്കു ചേർക്കുന്നതിലേക്ക് എത്തും. അതുകൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ ഇഖ്ലാസ് പുതുക്കിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഈമാനിനെ കുറിച്ച്, ഇഖ്ലാസിനെ കുറിച്ച്, അഖീദയെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും പഠിക്കുക തന്നെ വേണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെടുത്താൽ അതും പഠിക്കുന്നത് നമ്മൾ എന്തായിരിക്കണം, ശരിയായ അഖീദയുള്ളവരിൽ നിന്നായിരിക്കണം. അതൊക്കെ കൃത്യമായി നമ്മൾ ആദ്യം പഠിക്കുക, നമ്മുടെ മക്കൾക്കും കൃത്യമായി പറഞ്ഞു കൊടുക്കണം, കൃത്യമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ലുഖ്മാൻ അലൈഹി സ്വലാം ഉപയോഗിച്ച വേറൊരു പ്രത്യേകതയാണ്, ആ മകനോട് പറഞ്ഞത് ലാ തുശ്രിക് ബില്ലാഹ്. ഫസ്റ്റ് പറഞ്ഞു നീ എന്ത് ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവിടെ ശിർക്ക് ചെയ്യരുത് എന്ന് ലുഖ്മാൻ അലൈഹി സ്വലാം പറഞ്ഞതെന്ന് കൂടെ വ്യക്തമാക്കുന്നുണ്ട്. അത് നമ്മുടെ മക്കളെ ഉപദേശിക്കുന്നു ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ നോട്ടേണ്ട കാര്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് ഒരു കാര്യം നമ്മൾ അവരോട് ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യരുത് എന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ, എന്തുകൊണ്ട്, എന്തിന് എന്നുള്ളത്. അപ്പൊ നമ്മൾ പറയും അതൊന്നും ചോദിക്കാനൊന്നും നിൽക്കണ്ട, അതൊന്നും ചോദിക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ അവർക്ക് അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കണം. അവര് എന്തിന് എന്ന് നമ്മളോട് തിരിച്ചു ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്നത് കൊണ്ടാണ് ഇന്നത് ഇങ്ങനെ, ഈ കാര്യം കൊണ്ടാണ്. കാരണം ഇവിടെ ലുഖ്മാൻ അലൈഹി സ്വലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു, എന്താണ് തീർച്ചയായിട്ടും ശിർക്ക് എന്താണ്, ലഗുൽ അസീമാണ്. അപ്പൊ നമ്മളും ഉപദേശങ്ങൾ നൽകുമ്പോൾ നമ്മുടെ രീതി എന്തായിരിക്കണം, ഒരു കാര്യം ചെയ്യാൻ പറയുകയാണെങ്കിലും ചെയ്യരുതെന്ന് പറയുകയാണെങ്കിലും അത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കണം. അങ്ങനെ നമുക്ക് വ്യക്തമാക്കി കൊടുക്കണമെങ്കിൽ എന്താണ്, ആ വിഷയത്തിൽ കൃത്യമായ ഇൽമും നമുക്ക് വേണം. അഥവാ അൽ ഉമ്മു മദ്രസത്തുൻ എന്ന് പറയുന്നത് വെറുതെ അല്ല. പക്ഷെ ആ ഉമ്മ മദ്രസ ആവണമെങ്കിൽ ആദ്യം ഉമ്മ സ്വയം എന്താവണം, ടീച്ചർ ആവണല്ലേ, മദ്രസയിലെ ഇൽമു നമുക്ക് ഉണ്ടാവണം. എന്നാലാണ് നമ്മുടെ മക്കളിലേക്ക് ആ ഇൽമു എത്തിക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ ഓരോ കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് അത് എത്തണമെങ്കിൽ ആദ്യം നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ദീനിനെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല നൽകട്ടെ. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ നമുക്ക് നോക്കിയാൽ ഒരുപാട് ആയത്തുകൾ കാണാൻ പറ്റും. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അഥവാ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരെ സംബന്ധിച്ച് എന്താണ്, അവരുടെ ബാക്കിയുള്ള എല്ലാ അമലുകളും അവിടെ നശിച്ചു പോകുന്നവരാണ്. അതേപോലെ തന്നെ എന്താണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അസീമ. സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്താണ്. എന്താണ്, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യുന്ന ഒരാള് കാര്യത്തിൽ അല്ലാഹു തആല എന്ത് ചെയ്യും, ഒരിക്കലും പുറത്തു കൊടുക്കില്ല. അതല്ലാത്തതൊക്കെയും അല്ലാഹു തആല എന്ത് ചെയ്യും, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കും. എന്നാൽ എന്താണ്, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അസീമ. അതെന്ന് വെച്ചാൽ എന്താ, ഏറ്റവും വലിയ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണത് അല്ലാഹുവിന് പങ്കുചേർക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുക എന്നുള്ളതും, രണ്ടാമതായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ആ കാര്യം വ്യക്തമായി നമ്മളിൽ നിന്നായിരിക്കണം നമ്മുടെ മക്കൾ ഒരു കാര്യം ശരിയായ രീതിയിൽ പഠിക്കേണ്ടത്. എന്തൊരു കാര്യം അത് നമ്മളുടെ നിന്ന് അവർ പഠിക്കണം. അതല്ലാതെ വേറൊരാളുടെ അടുത്ത് പോയി പല രീതിയിലും അതിനെ പല വളച്ചൊടിച്ച് പഠിക്കുന്ന രീതിയിൽ ആവരുത് നമ്മുടെ മക്കൾ പഠിക്കല്. അപ്പൊ അതാണ് ഒന്നാമതായിട്ട് ലുഖ്മാൻ അലൈഹി സ്വലാം തന്റെ മകനോട് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, നമുക്ക് ആയത്തിലേക്ക് കിടക്കാം. അവിടെ പറയാണ്, യാ ബുനയ്യ ഇന്നഹാ
إن تك مثقال حبة من خردل إن تك مثقال حبة من خردل فتكن في صخرة أو في الأرض يأت بها الله إن الله لطيف خبير. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഓരോന്ന് പറയുമ്പോഴും ലുഖ്മാൻ അലൈഹി സ്വലാം യാ ബുനയ്യ യാ ബുനയ്യ എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ആദ്യം ഏറ്റവും വലിയ ശിക്ഷയെ ഏറ്റവും വലിയ തെറ്റിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അടുത്ത സ്പോട്ടിൽ പറഞ്ഞു എന്ത്? ഇനി ഒരു കാര്യം എന്താണ്? അത് കടുകുമണിയോളമേ ഉള്ളെങ്കിലും അത് അത്രയും ചെറുതാണെങ്കിൽ പോലും ഇനി ആ ഒരു കാര്യം തന്നെ ഏതെങ്കിലും പാറന്റെ ഇടയില് പാറക്കെട്ടിന്റെ ഉള്ളിലാണ്, നമുക്ക് കാണൂലല്ലേ? ഒരു പാറന്റെ മുകളിൽ ഒരു കടുകുമണി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണില്ല. പക്ഷെ ഇനി ഭൂമിയിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ആകാശത്താണെങ്കിലും എവിടെയാണെങ്കിലും അള്ളാഹ് അത് കൊണ്ടുവരും. അള്ളാഹു തആല അത് കാണും. കാരണം എന്താണ്? ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. അള്ളാഹിന്റെ ഇസ്മുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം എല്ലാതും ഒരേ അർത്ഥമായിരിക്കും. എല്ലാത്തിനും എന്താണ് സൂക്ഷ്മ ജ്ഞാനമുള്ളവൻ, തത്വജ്ഞാനമുള്ളവൻ, അങ്ങനെയുള്ള രീതിയിലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് ഓരോന്നിന്റെയും ആഴം എന്താണ്? അത്രയും വലുതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആദ്യം മകൻ എന്ത് ചെയ്യാണ്? ഏറ്റവും വലിയ ശിക്ഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പറയണത്, ഇനി നീ ഇത്ര വലുതൊന്നും ചെയ്യുന്നില്ല, ചെറിയ എന്തെങ്കിലുമാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ചെറുതും അള്ളാഹ് എന്ത് ചെയ്യും? അള്ളാഹു തആല കൊണ്ടുവരും. അള്ളാഹിന്റെ മുന്നിൽ എന്താണ്? അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ എന്താണ് ലുഖ്മാൻ അലൈഹി സ്വലാം തന്റെ മകൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയും എന്താ പറയാ, ഒരു ഇരുട്ടില് നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ, പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ റബ്ബിനെ ഓർക്കുക. ആരും കാണുന്നില്ലെങ്കിലും ആ അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കണം. നമ്മുടെ കുട്ടികളെ കളവ് ചെയ്യാൻ കൂടുതൽ ഭൂരിപക്ഷവും നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അഥവാ അവര് ചിലപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒന്നെങ്കിൽ ഉപ്പാനോട് പറയാണ്ട് ചില കാര്യങ്ങൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരറിയാതിരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളോട് പോയിട്ട് ഇത് പറയരുത്, ഇത് കാണിക്കരുത്, ഇത് അറിയിക്കരുത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് പറയും. അപ്പൊ എന്താ, ഒരു കാര്യം മറച്ചു വെക്കാൻ, വേറൊരാൾ കാണാതെ ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക്. ചിലപ്പോൾ ചില ഹിക്മത്ത് പാലിച്ചുകൊണ്ട് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ എല്ലാവരോടും പറയേണ്ടതായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താവരുത്? കുട്ടികളോട് നമ്മളൊരു കാര്യം, ഈ ഒരു കാര്യം നീ അവരോട് പറയരുത് എന്ന് അവരോട് പറയേണ്ട ഒരു വിഷയമാണെങ്കിൽ നമ്മൾ എന്താക്കരുത്? അവരുടെ മുന്നിൽ വെച്ച് അത് ചെയ്യരുത്, അത് ചെയ്യാതിരിക്കാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അവരെ വളർത്തിയെടുക്കേണ്ടത്. അവർക്ക് ഇന്നാളോട് പറയാൻ പറ്റില്ല, ഇന്നാളോട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നേരെ പോകുന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ ഒരു കാര്യം നമ്മൾ ചെയ്ത് അത് അവരറിഞ്ഞാൽ ആ രീതിയിൽ അതൊരു ഇതാവും. അങ്ങനെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സിലേക്ക് നമ്മൾ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അവർക്ക് ഏറ്റവും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായ രീതിയിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ എന്ത് ചെയ്താലും അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമുക്ക് തോന്നാല്ലേ അങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാലോ എന്നിങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ മനസ്സിൽ വരും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇതിലിപ്പം തെറ്റായിട്ടൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഒരു കാര്യം, ഒരു തിന്മ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു അതിനൊരു ഡെഫിനിഷൻ കൊടുത്തതെന്ന് വെച്ചാല്, ആളുകൾ അറിയുന്നത് അഥവാ സ്വന്തം നഫ്സിന്, നമ്മുടെ നഫ്സിനൊരു കുത്തലും മനസ്സിനൊരു അടങ്ങാറും ആളുകൾ അറിയുന്നതിന് നമ്മൾ ഭയപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യം, അത് തന്നെയാണ് തിന്മ. അപ്പൊ നമ്മളൊരു കാര്യം ഒറ്റക്കിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണോ? അത് ആൾക്കാരെ അറിയുമ്പോൾ നമ്മൾക്ക് അതിലൊരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു തിന്മയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. സത്യവിശ്വാസികളെ കുറിച്ച് എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم بصلاتهم خاشعون والذين هم عن اللغو معرضون. അവരെന്താണ്? അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. അപ്പൊ നമ്മൾ സത്യവിശ്വാസികളിൽ മുഫ്ലിഹൂനിൽപ്പെട്ടവരാണ് നമുക്ക്.
നമുക്ക് വിശ്വസിച്ച വിജയിച്ചവരുടെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം. അതുപോലെ തന്നെ അല്ലാഹു തആല മറ്റൊരു സൂറത്തില് പറയുന്നുണ്ട് എന്ത്, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അഥവാ ജനങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും. പക്ഷെ അള്ളാഹിൽ നിന്ന് എന്താക്കാൻ പറ്റില്ല, ഒരു കാര്യം നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യം അതൊരു അണുമണി തൂക്കമാണെങ്കിൽ നമുക്കൊക്കെ അറിയാലോ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അഥവാ അണുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും രണ്ടും എന്താണ്, അല്ലാഹു തആല പരലോകത്ത് അത് അവിടെ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നഫ്സിനെ ഇതുവരെ നമ്മൾ ചെയ്തത് എന്ത് ചെയ്യുക, അവിടെ വെക്കുക. അല്ലാഹു തആല എന്താണ്, അള്ളാഹ് പാപങ്ങൾ പുറത്തു തരും. അള്ളാഹ് അല്ലാതെ വേറെ ആരാണ് പാപങ്ങൾ പുറത്തു തരാനുള്ളതല്ലേ, ഇല്ല അള്ളാഹ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതുവരെ ചെയ്തത് റബ്ബിനോട് ഏറ്റു പറയാം. ഇനി അങ്ങോട്ട് നമ്മൾ അതിലേക്ക് കടക്കാതിരിക്കാം. പിന്നീട് അങ്ങോട്ട് മൂന്നാല് കാര്യങ്ങൾ ഒന്നിച്ചിട്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നത്. യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എന്താണ് പറയുന്നത്, യാ ബുനയ്യ അഖിമിസ് സ്വലാത, ഈ നിസ്കാരം നിലനിർത്തുക. അതുപോലെ തന്നെ വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. വൻഹ അനിൽ മുൻകർ, തിന്മ തടയുക. വസ്ബിർ അലാ മാ അസാബക, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിനക്ക് ബാധിച്ച വിഷമങ്ങളിലൊക്കെ നീ ക്ഷമിക്കുകയും ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതില് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ആദ്യം അള്ളാഹിനെ കുറിച്ച് അഥവാ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതില് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് അല്ലാഹു തആല അറിയാം, വീണ്ടും അള്ളാഹിനെ കുറിച്ച് തന്നെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നേരെ കിടക്കുന്നത് എന്തിലേക്കാണ്, നിസ്കാരത്തിലേക്കാണ്. കാരണം നിസ്കാരത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്, ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതൻ, നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് എന്ത്, ശിർക്കിനും കുഫ്രിനും ഇടയിലുള്ള വിശ്വാസം എന്താണ്, തറക്കുസ്വല എന്നാണ്, നിസ്കാരം ഒഴിവാക്കലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾ ഇന്നത്തെ ഇതില് അങ്ങനെ കുട്ടികൾക്കുള്ള ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ 8, 9, ചിലപ്പം 10 വയസ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിസ്കാരത്തിലത്തെ പ്രാർത്ഥനകൾ അറിയില്ല, ശരിക്കും ഫാത്തിഹ ശരിക്കും അറിയാത്ത കുട്ടികളുണ്ട്. സുബ്ഹാനല്ലാഹ്, അതൊക്കെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയാ, അത്രയും മനസ്സിനൊരു ഇടങ്ങാറാണ് ഫീൽ ചെയ്യണത്. കാരണം ഫാത്തിഹ ശരിക്കും അറിയാത്ത കുട്ടികളോ ഇന്നത്തെ കാലത്ത്, ശരിക്കും എത്ര അവസരമുണ്ട് അവർക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കുക. സൂറത്തുൽ ഫാത്തിഹ ആയിക്കോട്ടെ, നിസ്കാരം ആയിക്കോട്ടെ, നമ്മുടെ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതേ അവർക്ക് കിട്ടുള്ളൂ. നമ്മൾ അവരെ മുന്നിൽ വെച്ചിട്ട് അത് ഓതുന്നില്ലെങ്കിൽ, നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ, ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് കിട്ടില്ല. കുറച്ചും കൂടെ വലുതായിക്കോട്ടെ, ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അവരെ മാറ്റി നിർത്തരുത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, 7ാമത്തെ വയസ്സ് മുതൽ തുടങ്ങണം എന്നാണ് പറഞ്ഞത് കുട്ടികളോട്. എന്തിനു വേണ്ടിയിട്ട്, നിസ്കരിക്കാൻ പറയാം. ഒരു ദിവസം 5 നേരമാണ് നമ്മൾ പറയുന്നത് അല്ലെ. അങ്ങനെ 3 വർഷം ഒരു ദിവസം 5 നേരം വെച്ചിട്ട് എന്താണ് നമ്മുടെ കുട്ടി ഒരു കാര്യം കേട്ടോണ്ടിരിക്കുക. 7ാമത്തെ വയസ്സ് മുതൽ നിസ്കരിക്കുക. അങ്ങനെ കേട്ടൊരു കുട്ടി പിന്നെ 10ാമത്തെ വയസ്സാകുമ്പോഴേക്കും നിസ്കരിക്കാതിരിക്കും? ഒരിക്കലും ഇല്ല. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കാൻ മടിയാവുന്നത്, അവർക്ക് ഇഷ്ടമില്ലാത്തത്, അവർക്ക് അതിനോടൊരു വെറുപ്പ് തോന്നുന്നത്? കാരണം നമ്മൾ തുടങ്ങിയിട്ടില്ല, നമ്മൾ ചെറുപ്പത്തിലെ അവരോട് തുടങ്ങിയിട്ടില്ല. അപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, പോയി നിസ്കരിക്കടാ, അല്ലെങ്കിൽ പോയി നിസ്കരിക്കടി എന്നല്ല നമ്മൾ പറയേണ്ടത്. വാ മോനെ, വാ മോളെ. നമ്മൾ എന്താണോ നമ്മുടെ മക്കളെ എന്താണോ വിളിക്കുന്നത്, അവരെ എന്താണ് നമ്മൾ സ്നേഹത്തിൽ വിളിക്കാറുള്ളത്, അതുപോലെ അവരത്രയും സ്നേഹത്തിൽ വാ നമുക്ക് നിസ്കരിക്കാലോ. ചിലപ്പോ നമ്മൾ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ അവരെ കളിന്റെ ഇടയിൽ വരൂല. അപ്പോഴും പറയുന്നത് ഇതാ ഉമ്മ നിസ്കരിക്കാൻ കേട്ടോ, വരുന്നില്ലേ എന്ന് ചോദിക്കാം. അങ്ങനെ അവർ സ്നേഹത്തോടെ, ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ കൈ കെട്ടുമ്പോൾ ചിലപ്പോൾ അവർ വന്നിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളോട് പറയാനേ പറഞ്ഞിട്ടുള്ളൂ 7 വയസ്സ് മുതൽ. ഇപ്പൊ നമ്മൾ പറയാൻ അതെന്തായിരിക്കണം, ഈ സോഫ്റ്റ് ആയിരിക്കണം. മക്കളോട് പറയേണ്ടത് ആ രീതിയിലായിരിക്കണം. അല്ലാതെ ഫസ്റ്റ് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെടിയെടുത്തിട്ടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മക്കളോടുള്ള, കുട്ടികളോടുള്ള ആ ഒരു തർബീയത്തിന്റെ രീതി അത് നമ്മൾ പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ ഒന്ന് പറഞ്ഞ് 2ാമത്തതിന് നമ്മുടെ ടോൺ മാറും, നമ്മുടെ രീതി മാറും. അത്
നിസ്കരിക്കാൻ പറയുകയാണെങ്കിലും പഠിക്കാൻ പറയുകയാണെങ്കിലും ഖുർആൻ ഓതാൻ പറയുകയാണെങ്കിലും ഒക്കെയും നമ്മൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നീ ഒന്നും ഒരു കാലത്തും പറഞ്ഞാൽ ചെയ്യൂല, ഒരിക്കലും ചെയ്യൂല എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ പോവുക. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, നമ്മൾ ചേർത്ത് പിടിക്കുക. റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പറഞ്ഞിട്ട് എന്നിട്ടും 10ാമത്തെ വയസ്സിലെത്തിയിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിലാണ് വടിയെടുക്കാൻ പറഞ്ഞത്. അതും അവിടെ നിസ്കരിക്കുന്നില്ലെങ്കിലുള്ള വിഷയത്തിലാണ്. നമ്മൾ 3 വയസ്സിലെ നമ്മളെ മക്കളെ അടിക്കും സ്കൂളിലത്തെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അഥവാ ഒരു പാരന്റ് ആവാന്നുള്ളത്, ഒരു ഉമ്മയാവുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് വലിയൊരു അമാനത്താണ്, വലിയൊരു ഹക്കാണ്. കാരണം എല്ലാ മക്കളും ഫിത്രത്തിലാണ് ജനിക്കുന്നത്. പിന്നെ എന്താണ് അവര് പിന്നെ ആവുന്നത് അവരുടെ പാരന്റ്സിലൂടെയാണ്. ഒരു കുട്ടിക്ക് അവരുടെ പാരന്റ്സിന്റെ എന്താണ് അവരുടെ സ്വഭാവത്തിൽ അവരുടെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ 40% അവരുടെ പാരന്റ്സ് അതുപോലെ തന്നെ അവരുടെ ആ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതാണ്. ബാക്കി 60% അവർ പുറത്തുനിന്നും ഇതെന്നൊക്കെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു 40% പെർഫെക്റ്റ് ആണെങ്കിൽ അവർ പുറത്തുനിന്ന് എടുക്കുന്നതും ബാക്കി ആ ഒരു രീതിയിലായിരിക്കും. നമ്മുടെ മാഹോല് കുട്ടികൾക്ക് വളരേണ്ട മാഹോലല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുക്കിയതെങ്കിൽ നമ്മൾ വിചാരിച്ചിടത്തേക്ക് പിന്നെ നമ്മുടെ കുട്ടി എത്തൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴാ കുട്ടി ജനിച്ച് ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തി പിന്നെ +1 സീറ്റ് കിട്ടണില്ല എന്ന് കാണുമ്പോഴാണോ, അല്ലെങ്കിൽ കുറച്ച് വലുതായി ശരിയായ രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴാണോ? അല്ല, നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മളെ മക്കളെ ആഗ്രഹിക്കുന്നത് മുതൽ അല്ലെങ്കിൽ അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വസുരിയാതിന ഖുർറത അയ്ൻ എന്ന് പറഞ്ഞ അവിടെ നിർത്തിയിട്ടില്ല. വജഅൽനാ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്നാണ് പറഞ്ഞത്. ഒരാൾ ഒരു കാര്യത്തിൽ ഇമാമാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ആ ആൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ എത്തണം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമ്മൾ തർബിയത്ത് ഒന്നും കുറെ പറഞ്ഞിട്ടല്ല കാണിക്കേണ്ടത്, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇവിടെയുള്ള ഓരോന്നും, ഇവിടെ നിസ്കാരത്തിനെ കുറിച്ച്, നിസ്കാരം നമ്മൾ കുട്ടികളോട് പറയും, ബാങ്ക് കൊടുത്ത ഉടനെ പറയും പോയി നിസ്കരിക്കുക, നമ്മൾ എന്നിട്ട് കിച്ചണിൽ പണിയെടുക്കുക. അതല്ല വേണ്ടത്. നമ്മൾ ആ പണി അവിടെ നിർത്തിയിട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ എന്ത് തിരക്കിലാണെങ്കിലും നേരെ നമ്മൾ ബാങ്ക് കൊടുത്തതിനാ പിന്നെ നമ്മൾ നിസ്കാരത്തിലേക്ക് കിടക്കണം എന്നുള്ളത് അവർക്ക് ഫസ്റ്റ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് പറയാ ഇതാ നിസ്കരിക്കാൻ വാ എന്നുള്ള രീതിയിൽ അവരെ വിളിക്കുക. ആ രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ തർബീയത്ത് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എന്താണ് പിന്നെ പറഞ്ഞത്? വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ, അഥവാ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത്. അത് എന്താണ്? നല്ലൊരു കാര്യം, ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്താണ്? ചെറുപ്പത്തില് ഉണ്ടാവേണ്ട കാര്യമാണ്. അതിനും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു നല്ലൊരു കാര്യം നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്താൽ അവർ ചെയ്യുന്ന കാര്യത്തിന്റെ അജറ് നമുക്കുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു തെറ്റായ കാര്യം. അതുകൊണ്ട് ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ് അത്. കാരണം ഒരു തെറ്റ് നമ്മളിലൂടെ ഒരാൾക്ക് എത്തി അതങ്ങനെ ചെയിനായിട്ട് പോവാണെങ്കിൽ ആ ഓരോ ആൾക്കാരും ചെയ്യുന്ന തെറ്റിൻ്റെതും തുടക്കം ആരാണിട്ട് ആൾക്കുണ്ടാവും. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവസാനം പറയണത് എന്താണ്? വസ്ബിർ അലാ മാ അസാബക്. ഈ ഒരു പാതയിൽ പോകുമ്പോൾ കുറച്ചെല്ലാം ക്ഷമ എന്തായാലും വേണം. ക്ഷമ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ 3 കാറ്റഗറി ആയിട്ടുണ്ട്. ഒന്നാമത്തെ ക്ഷമ എന്ന് പറയുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള ക്ഷമയാണ്. ഇവിടെ പറഞ്ഞല്ലോ എന്ത്? അഖീമിസ്സല. നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത് നിസ്കരിക്കാനാണ്. കാരണം അഥവാ നിസ്കരിക്കാന്ന് മാത്രമല്ല, ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിലെന്ത് വേണം? ക്ഷമ വേണം. ക്ഷമയോടുകൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ആ ഇഖ്ലാസോട് കൂടി ചെയ്യാൻ പറ്റുക. ഒന്നാമതായിട്ട് നമുക്ക് ക്ഷമ വേണ്ടത് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ഷമ വേണം. രണ്ടാമതായിട്ട് ക്ഷമ വേണ്ടത് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനാണ്, അതിനും നമുക്ക് നല്ലൊരു ക്ഷമ വേണം. മൂന്നാമത്തെ കാറ്റഗറിയാണ് എന്ത്? നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസത്തിൽ നമുക്ക് ക്ഷമിക്കുക എന്നുള്ളത്. ഈ ഒരു മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാവും. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? ക്ഷമിക്കുക. കാരണം എന്താണ്? അല്ലാഹു തആല എന്താണ്? ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അല്ലാഹു തആല എന്താണ്? ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അഥവാ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനത് ചെയ്യുന്നു എന്ന് കൂടെ നമ്മൾ എന്ത് ചെയ്യാം? അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്? ولا تصعر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور. ഓരോ സ്ഥലത്തും പിന്നെ പറഞ്ഞത് എന്താ? ولا تصعر خدك للناس, അഥവാ നിന്റെ മുഖം നീ എന്താക്കരുത്? മനുഷ്യരുടെ നേരെ ആ ഒരു അഹങ്കാരത്തോടെ അഥവാ മുഖം തിരിച്ചു പോവുക എന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരാൾ നമ്മളോട് എന്തൊക്കെ പറയുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്തിട്ട് അവിടുന്ന് പോവാന്നുള്ളത്.
അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ അതേപോലെ തംശിക്കിലറുതി മറഹ, ഭൂമിയിലൂടെ നടക്കുമ്പോൾ ആ ഒരു അഹങ്കാരത്തോടെ നടക്കാന്നുള്ളത് അതും പറ്റൂല. ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ പറയുന്നത്? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ഫഖ്ർ കാണിക്കുന്ന ആൾക്കാരെ അള്ളാഹു തആല ഇഷ്ടപ്പെടൂല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ്, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർദി ഹൗന, അങ്ങനെയുള്ളവരാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ടവരിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ ആ രീതിയിലായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ആ ഒരു എന്താ പറയാ, ലുഖ്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്ത ആ ഒരു ഓർഡർ നമ്മൾ എപ്പോഴും ചിന്തിക്കാം. ആദ്യം അള്ളാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കാണ്, പിന്നെ അള്ളാഹിനെ പങ്കു ചേർക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാണ്, പിന്നീട് വീണ്ടും ആ അള്ളാഹിന്റെ ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അള്ളാഹിന്റെ ആ ഒരു ഔന്നിത്യം പറഞ്ഞു കൊടുക്കാണ്. എന്നിട്ടാണ് എന്ത് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അഥവാ അള്ളാഹിനെ അറിഞ്ഞ് അള്ളാഹിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് പിന്നെന്താക്കാണ്, പിന്നെ ആ കുട്ടി എന്താ ചെയ്യാണ്, അള്ളാഹിലേക്ക് തിരിയാണ്. പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ശ്രമിക്കൂല. പിന്നെ പറയുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ, അത് അള്ളാഹു തആലക്ക് ഇഷ്ടമല്ല, അത് റബ്ബിന് ഇഷ്ടമല്ല. നമ്മളൊരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതാണ് അത് പറയുന്നത്. അതിൽ അവസാനമായിട്ട് പിന്നെ പറയുന്നത് എന്താണ്, വഖ്സിദ് ഫീ മശീക വഗ്ദുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നീ എന്ത് ചെയ്യാ, നിന്റെ നടത്തത്തില് മിതത്വം പാലിക്കുക, അതേപോലെ തന്നെ ശബ്ദം എന്താക്കുക, ഒതുക്കി സംസാരിക്കുക എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞെടുക്കുന്ന എന്താ, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, അഥവാ ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ശബ്ദം എന്ന് പറയുന്നത് എന്താ, അത് കഴുതയുടെ ശബ്ദം അത്ര. അവിടെ ഒരു കോട്ടിട്ട് കൊടുക്കുകയാണ്. അഥവാ നമ്മളൊരു മോശം സൗണ്ട് ഉണ്ടാക്കിയാല് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ അടുത്തുനിന്ന് ശബ്ദം വരുമ്പോൾ അതൊരു കഴുതയെ പോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഭയങ്കര എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഒച്ച ഉണ്ടാക്കും, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അത്രയും മോശമാണ് എന്നുള്ള രീതിയിൽ എന്താക്കാണ് പറഞ്ഞു കൊടുക്കാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ ലുഖ്മാൻ അലൈഹി സ്വലാം എണ്ണി പറയുകയാണെങ്കിൽ 10 കാര്യങ്ങളാണ് തന്റെ മകന് ഉപദേശമായിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമതായിട്ട് എന്താണ്, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ലാ തുശ്രിക് ബില്ലാഹ്. കാരണം എന്താ, ശിർക്ക് ലദുൽമുൻ അദീമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി, അഥവാ ചെറിയൊരു കടുകുമണിയോളം ഉള്ള ഒരു കാര്യമാണെങ്കിൽ പോലും, അത് നന്മ ആയിക്കോട്ടെ തിന്മ ആയിക്കോട്ടെ, പിന്നെ എന്താണ് ആകാശത്തിലായിക്കോട്ടെ ഭൂമിയിൽ വെച്ചിട്ടായിക്കോട്ടെ, എവിടെ നിന്നാണെങ്കിലും അതെന്തായിരിക്കും അള്ളാഹ് അറിയും. കാരണം എന്താ, ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ ആണെന്ന് പറയുന്നത്. പിന്നെ പറയണത് നിസ്കാരം, അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബ്. 4 കാര്യങ്ങളാണ്. നിസ്കാരം നിലനിർത്തുക, നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, ക്ഷമ കൈക്കൊള്ളുക. പിന്നീട് പറയുന്നത് എന്താണ്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, അഥവാ അഹങ്കാരത്തോടെ എന്താ വരുത്, ജനങ്ങളുടെ അടുത്തൊന്നും മുഖം തിരിക്കരുത്. അതുപോലെ ഭൂമിയിലൂടെ പൊങ്ങച്ചത്തോടെ നടക്കരുത്. എന്നിട്ട് അതേ വിഷയം തന്നെ വീണ്ടും എടുത്ത് പറയണത്, വഖ്സിദ് ഫീ മശീക്, നടത്തത്തിൽ എന്ത് ചെയ്യണം, നീ മിതത്വം പാലിക്കണം. വഗ്ദുദ് മിൻ സൗതിക്, നീ നിന്റെ ശബ്ദം എന്താക്കണം, നല്ല രീതിയിലാക്കണം. അപ്പൊ ഇവിടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും എന്തുകൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പാഠം അതാണ്. നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ മക്കളിലേക്ക് പറഞ്ഞിട്ടുണ്ടോ, അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അത് പറയേണ്ട രീതി ഓരോ മക്കളിലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ മക്കളെ മനസ്സിലാക്കി ആ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ എന്ത്, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് റബ്ബിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് പറയേണ്ടി വരിക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അവര് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല ഇപ്പൊ ഞാൻ എന്താക്കണം എന്നുള്ളതായിരിക്കും അവരുടെ മനസ്സില്. അപ്പൊ അവിടെ അവർക്ക് ആ റബ്ബിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം. ആ റബ്ബ് ആരാണ്, ആ അള്ളാഹ്ക്ക് ഒരു കാര്യം ഇഷ്ടമല്ല, അള്ളാഹുവിന് ഈ ഒരു കാര്യം ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ചെയ്യാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും തോന്നണമെങ്കിൽ ആ അള്ളാഹിനോട് അവർക്ക് എന്ത് വേണം, ആ ഒരു ഇഷ്ടം വേണം. ആ അള്ളാഹിനെ അവരറിയണം. അതിനെന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അറിയണം റബ്ബിനെ കുറിച്ച്. നമ്മളിലൂടെ നമ്മുടെ മക്കൾ അറിയണം, നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ മക്കൾ കാണണം. അപ്പൊ ലുഖ്മാൻ അലൈഹി സ്വലാം ഇവിടെ മകന് നൽകിയ ഈ ഒരു 10 ഉപദേശം എന്നുള്ളത് എന്താണ്, ഏതൊരു കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതില് ആദ്യം എന്ത് ചെയ്യാം, ഈ ഓരോ കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താം, എന്നിട്ട് നമ്മുടെ മക്കളിലേക്ക് എത്താം. അത്
തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കളിലേക്ക് എത്തിക്കേണ്ട രൂപത്തിൽ വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവര് ഈ ഒരു കാര്യങ്ങൾ പല രീതിയിലും പല കോലത്തിലും പലരിൽ നിന്നും അറിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അല്ലാഹു തആല സ്വാലിഹായ മക്കളായി നമ്മൾ ഓരോരുത്തരുടെയും മക്കളെ ആക്കി തരട്ടെ. അതുപോലെ തന്നെ നമ്മളെയും സ്വാലിഹ്യങ്ങളാക്കട്ടെ. പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചിട്ട് അമല് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനമായിട്ട് ഒരു ഹദീസ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാം മുറിഞ്ഞു പോകും. എന്താണ്? ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. അതിൽ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഫോക്കസ്. വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ മക്കൾ. അവരുടെ ആ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അത്രയും വാല്യൂബിൾ ആയ ഗിഫ്റ്റാണ് അള്ളാന്റെ അടുത്ത് നിന്നുള്ളത്. അത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കീപ്പ് ചെയ്താൽ ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് എന്താണ് അത്രയും അള്ളാന്റെ അടുത്ത് നമുക്ക് അജറ് കിട്ടുന്ന കാര്യം. എന്നാൽ അതിനെ നമ്മളത് ആ ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള നഷ്ടങ്ങളും നമുക്കുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല മക്കളാവാൻ നമ്മൾ ആദ്യം പരിശ്രമിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു ഉമ്മയുടെ ഉപ്പയുടെ മക്കളാണ്. നമ്മുടെ പേരൻസിനോട് നമ്മൾ ആ രീതിയിലാവാം, നമ്മൾ അതുപോലെ ആവാം. നമ്മുടെ മക്കളെയും അതുപോലെ വളർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് പറഞ്ഞതിനേക്കാളും കേട്ടതിനേക്കാളും കൂടുതൽ നമ്മുടെ അമലെ കൊണ്ടുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه الغفور الرحيم. السلام عليكم ورحمة الله وبركاته.